ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഓർഗനൈസിങ് വീഡിയോ ആണ്. ഇന്ന് ഞാൻ വിചാരിച്ചു ക്രോക്കറി ഷെൽഫൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന്. 1-2 ഗസ്റ്റ് വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പാത്രങ്ങളുടെ പൊസിഷനൊക്കെ മാറിപ്പോവും. പിന്നെ ഫ്ലാറ്റിലായതുകൊണ്ട് ലിവിങ്ങും ഡൈനിങ്ങും ഒന്നിച്ചാണ്. അപ്പോൾ ആരെങ്കിലും വന്നാലും ഉടനെ കാണുന്നത് ഈ ഒരു ഷെൽഫായിരിക്കും. അതുകൊണ്ട് തന്നെ ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ നിർബന്ധമായിട്ട് ചെയ്യണം. ഇപ്പോൾ തന്നെ ടേബിളൊക്കെ ഫുള്ളായി. ഇനി ഇതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് വേണം ബാക്കി എടുത്ത് വെക്കാൻ. ഇതെല്ലാം പുറത്തെടുത്ത സ്ഥിതിക്ക് എല്ലാം ഒന്ന് പൊടി തട്ടി വെച്ചു. എന്തായാലും നമ്മൾ ഗസ്റ്റിനൊക്കെ എടുക്കുമ്പോൾ ഇത് ക്ലീൻ ചെയ്യണമല്ലോ. ഈ ചായക്കപ്പുകൾ എനിക്ക് എപ്പോഴും വീക്ക്നെസ് ആണ് കേട്ടോ. എവിടെ കണ്ടാലും അത് വാങ്ങിക്കാൻ തോന്നും. ക്രോക്കറി ഐറ്റംസിൻ്റെ സെക്ഷനിലോട്ട് പോകുമ്പോൾ ആദ്യം പോകുന്നത് ഈ ചായക്കപ്പുകളിലേക്കാണ്. മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഇതൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഒരു മെനക്കെട്ട് പണിയാണിതൊക്കെ. പക്ഷെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ ഷെൽഫൊക്കെ നോക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. ഒരുവിധം എല്ലാ റാക്കും ഞാൻ ഒഴിവാക്കി. ഇനി ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കപ്പ് ഹോൾഡറിനെ കുറിച്ച്, ആമസോണിൽ നിന്ന് വാങ്ങിച്ച. അപ്പോൾ അത് എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പോവാണ്. കുറച്ച് സ്പേസ് നമുക്ക് അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും. ഏറ്റവും മുകളിലത്തെ റാക്കിൽ വലിയ പാത്രങ്ങളൊക്കെ വെച്ചു. പിന്നത്തെ റാക്കിൽ പ്ലേറ്റുകളൊക്കെ എല്ലാം വെച്ചു. ഞാനൊരു പ്ലേറ്റ് ഹോൾഡർ ഐക്യയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചത്. ഇതിൽ സ്പൂൺസും ഫോർക്കൊക്കെ ഇടാനുള്ള സ്പേസും ഉണ്ട്. ഒരു മീഡിയം ടൈപ്പ് പ്ലേറ്റാണ് ഞാനിപ്പോൾ ഇതിൽ വെക്കാൻ ഉദ്ദേശിച്ചത്. സാധാരണ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യാറ്. അങ്ങനെ ആകുമ്പോൾ അവരെ കൊണ്ടും ചെറുതായി പണിയൊക്കെ ശീലിപ്പിക്കാമല്ലോ. ഇന്നിപ്പോൾ അവരൊക്കെ സ്കൂളിലേക്ക് പോയതാണ്. ചായക്കപ്പുകളാണല്ലോ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് വെച്ചു. എത്ര ലിവിങ് ഏരിയ ഉണ്ടായാലും മിക്ക ഗസ്റ്റ് വരുമ്പോഴും ഡൈനിങ് ടേബിളിലാവും ഇരിക്കുക. അപ്പോൾ ഡൈനിങ് ഏരിയ എപ്പോഴും നന്നായി ക്ലീൻ ചെയ്ത് ഓർഗനൈസ് ചെയ്തിരിക്കണം. എല്ലാം ഒരുവിധം അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി ഈ ടേബിളും കൂടെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. ടേബിളിൻ്റെ മുകളിൽ ഞാനിതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ടാണ് ഈ ടേബിൾ റണ്ണറൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും ടേബിളിലാവും. അപ്പോൾ പിന്നെ അതൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഷീറ്റ് വിരിച്ചിട്ടുള്ളത്. ഗസ്റ്റൊക്കെ വരുമ്പോൾ അത് ജസ്റ്റ് എടുത്ത് മാറ്റും. ഇനി ഒരു ഫ്ലവർ വേസും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡൈനിങ് ഏരിയ ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ടുണ്ട്. ഒരു ജഗ് വെള്ളം ഞാൻ എപ്പോഴും ഡൈനിങ് ടേബിളിൽ വെക്കാറുണ്ട്. അപ്പോൾ ഡൈനിങ് ഏരിയ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഷെൽഫിൻ്റെ ലുക്കാണിത്. ഫസ്റ്റ് റാക്കിൽ ഞാൻ അധികം യൂസ് ചെയ്യാത്ത ഐസ്ക്രീം ബൗൾസും വലിയ ബൗൾസൊക്കെ വെച്ചു. സെക്കൻഡ് റാക്കിൽ പ്ലേറ്റ്സ് വെച്ചു. തേർഡ് റാക്കിൽ കപ്സ് വെച്ചു. ഫോർത്ത് റാക്കിൽ ബൗൾസാണ് വെച്ചത്. പിന്നെ ഞാൻ ഗ്ലാസ് വെച്ചു അതിൻ്റെ താഴെയായിട്ട്. ഏറ്റവും താഴെ കുറച്ച് ബോട്ടിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബോട്ടിൽസും വെച്ചു. ഇപ്പോൾ നല്ല ഓർഗനൈസ്ഡായി ഇരിക്കുന്നുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.